JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 10th പ്രിലിമിനറി പരീക്ഷയുടെ 4 ഘട്ടവും പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ കട്ട് ഓഫ് മാർക്ക്, തൊഴിൽ വാർത്തയിൽ വന്ന കട്ട് ഓഫ് മാർക്ക് ഓരോ ഘട്ടത്തിലും എത്രയാണ് എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പരിശോധിക്കാം. ഓരോ ഘട്ടത്തിലും തൊഴിൽ വാർത്ത പറഞ്ഞിരിക്കുന്ന കട്ട് ഓഫുകൾ വളരെ വ്യത്യസ്തമാണ്. അതിന്റെ പരീക്ഷയുടെ വിശദീകരണം കൂടി ഉൾപ്പെടുത്തിയാണ് തൊഴിൽ വാർത്ത പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കട്ട് ഓഫ് മാർക്കിനെ കുറിച്ച് തൊഴിൽ വാർത്ത പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം. ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് LDC സ്റ്റോർമാൻ തസ്തികയിലേക്കുള്ള പ്രിലിമിനറി പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് തൊഴിൽ വാർത്തയിൽ നിങ്ങൾ എല്ലാവരും കണ്ടോ എന്നറിയില്ല, എങ്കിലും അതിൽ പരീക്ഷയെ സംബന്ധിച്ചും അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ചുമുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ട് ഓഫ് മാർക്ക് ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ പ്രതീക്ഷിച്ചതിനും നമ്മൾ പറഞ്ഞ കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ് എടുത്തിരുന്ന ആ കട്ട് ഓഫ് മാർക്കിലൊക്കെ ഏകദേശം വരുന്ന കട്ട് ഓഫ് മാർക്കാണ് ഇപ്പോൾ തൊഴിൽ വാർത്തയിലും പറഞ്ഞിട്ടുള്ളത്. വിവിധ കമ്പനി കോർപ്പറേഷൻ ബോർഡുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് KTDCയിലെ സ്റ്റോർമാൻ, കേരള സ്റ്റേറ്റ് ബീവറേജ് കോർപ്പറേഷൻ LD ക്ലർക്ക് എന്നീ തസ്തികകളിലേക്ക് ജൂലൈ 18 രാവിലെ നടന്ന PSC പരീക്ഷയിലെ കോമൺ പ്രിലിമിനറി പരീക്ഷയുടെ ചോദ്യപേപ്പർ ഒരു പിടി മികച്ച ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് തൊഴിൽ വാർത്തയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പരീക്ഷാ പേപ്പറിന്റെ ചോദ്യഘടന കണക്കിലെടുക്കുമ്പോൾ LDC സ്റ്റോർമാൻ തസ്തികകളിൽ 65 മുതൽ 78 വരെയുള്ള കട്ട് ഓഫ് മാർക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസിന് 60 മുതൽ 70 വരെയും കട്ട് ഓഫ് മാർക്ക് പ്രതീക്ഷിക്കാമെന്നാണ് പരീക്ഷയിൽ നിന്നുള്ള വിലയിരുത്തൽ നിന്ന്, തൊഴിൽ വാർത്തയിൽ നിന്ന് വിലയിരുത്തലിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ഒരു നിഗമനത്തിലാണ് എത്തിച്ചേരാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഈ തസ്തികകളിലേക്കുള്ള ഷോർട്ട് ലിസ്റ്റ് താരതമ്യേന വലിയ താമസമില്ലാതെ തന്നെ പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഒരു ചോദ്യത്തിന് ശരിയുത്തരം ഉണ്ടായിരുന്നില്ല. അതായത് സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിലെ വാർത്താവിനിമയ വകുപ്പ് മന്ത്രിയായിരുന്ന എന്ന ചോദ്യത്തിന് ചോദ്യപേപ്പറിൽ ശരിയുത്തരം നൽകിയിട്ടില്ല. അതുപോലെ തന്നെ സ്വാതന്ത്ര്യാനന്തരമുള്ള ആദ്യത്തെ കേന്ദ്ര മന്ത്രിസഭയിലെ വാർത്താവിനിമയം, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് വകുപ്പ് കൈകാര്യം ചെയ്ത് സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. എന്നാൽ ഇതിന് ഉത്തരസൂചികയിൽ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഝലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമായി ഭവിച്ച തടാകം ഏത് എന്നതിന്റെ ഉത്തരം ലേക്ക് സതീസാർ എന്നാണ്. എന്നാൽ താർസാർ എന്നാണ് ഉത്തരസൂചികയിലുള്ളത്. ഇന്ത്യയിലെ വാതോർജ നിലയം എന്ന ചോദ്യം വലിയൊരു ശതമാനം ഉദ്യോഗാർത്ഥികൾക്കും വ്യക്തമായിട്ടുണ്ടാവില്ല. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതാണ് വാതോർജം എന്നുള്ളത്. അത് പലർക്കും വാതോർജ നിലയം എന്നുള്ളത് അത് പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ഇന്ത്യ ചരിത്രത്തിന് മികച്ച നിലവാരം, ഇന്ത്യ ചരിത്രം ഭാഗത്തു നിന്നും വന്ന മിക്ക ചോദ്യങ്ങളും വേറിട്ടയും മികച്ച നിലവാരം പുലർത്തുന്നവയായിരുന്നു. ചപ്പാത്തി പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സംഭാവനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ചോദ്യത്തിന് തന്നെ ഉദാഹരണമാണ് INA സംരക്ഷണ സമിതിയിൽ അംഗമല്ലായിരുന്നു ആര് എന്ന ഭാഷാടിസ്ഥാനത്തിലെ വിവിധ സംസ്ഥാന രൂപീകരണം ആദ്യം അംഗീകരിക്കാത്തതിന് കാരണം. ഇങ്ങനെയുള്ള 1939 അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാ സമ്മേളനം എന്നിവയെല്ലാം മികച്ച ചോദ്യങ്ങളായിരുന്നു. അതുപോലെ തന്നെ നല്ല തയ്യാറെടുപ്പും ശ്രദ്ധയുമുള്ളവർക്ക് ഈ ഭാഗത്തു നിന്നുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ശരിയുത്തരം എഴുതാനാവുകയുള്ളൂ. അതുപോലെ തന്നെ കേരളത്തിലെ ചോദ്യങ്ങൾ എളുപ്പമായിരുന്നു. കേരള ചരിത്രം, ഭൂമിശാസ്ത്രം എന്നീ ഭാഗങ്ങളിലെ ചോദ്യങ്ങളിൽ ഭൂരിഭാഗവും എളുപ്പമുള്ളവയായിരുന്നു. അടിസ്ഥാന വിവരങ്ങളിൽ ഊന്നിയുള്ളതായിരുന്നു ഈ ഭാഗത്തെ ചോദ്യങ്ങൾ. ജനറൽ സയൻസിൽ കൂടുതൽ ചോദ്യങ്ങളും സാധാരണ നിലവാരത്തിൽ ഉള്ളവയായിരുന്നു. കണക്ക്, മെന്റൽ എബിലിറ്റി ഭാഗത്തെ ചോദ്യങ്ങളും വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് തൊഴിൽ വാർത്തയിൽ നിന്നുള്ള അവരുടെ വിശദമായ ഒരു അവലോകനത്തിൽ നിന്നും പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ അവർ പ്രതീക്ഷിക്കാവുന്ന കട്ട് ഓഫ് മാർക്ക് ലാസ്റ്റ് ഗ്രേഡ് 60, 70, 60 മുതൽ 70 വരെ ആകാം. LDC സ്റ്റോർമാന് 65 മുതൽ 78 വരെ ആകാം എന്നാണ് കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് അവർ പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് ഗ്രേഡ് സത്യയ്ക്ക് താരതമ്യേന വലിയ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനാണ് സാധ്യത. കട്ട് ഓഫ് മാർക്ക് നേരിയ തോതിൽ കുറയാനുള്ള സാധ്യതയും അതുകൊണ്ടാണ് LGSന് കട്ട് ഓഫ് മാർക്ക് കുറയാൻ സാധ്യത എന്താണെന്ന് ചോദിച്ചാൽ അവിടെ വലിയൊരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത ക്ലാസ്സിന്റെ ആനുപാതികമായിട്ടുള്ള കട്ട് ഓഫ് മാർക്ക് തന്നെയാണ് ഇപ്പോഴും തൊഴിൽ വാർത്തയും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കാം. ഓഗസ്റ്റ് 22 നടന്ന 10ാം തരം കോമൺ പ്രിലിമിനറി പരീക്ഷയുടെ ചോദ്യങ്ങൾ മുൻഘട്ടങ്ങളിലെ പരീക്ഷകളെ അപേക്ഷിച്ച് ലളിതമായിരുന്നു. പൊതുവിജ്ഞാനത്തിലെ വലിയൊരു ശതമാനം ചോദ്യങ്ങളും ഉദ്യോഗാർത്ഥികൾക്ക് ചിരപരിചിതമായിരുന്നു. ജനറൽ സയൻസ് വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം
പ്രത്യേകിച്ചും ഭൗതികശാസ്ത്രത്തിലെ ചോദ്യങ്ങളാണ് ഉയർന്ന നിലവാരം പുലർത്തിയത്. 10 ചോദ്യങ്ങളിൽ 8 വരെ ഉയർന്ന നിലവാരത്തിലുള്ളതായിരുന്നു. +2 ലെവലിന് മീതെയുള്ള ചോദ്യങ്ങളായിരുന്നു 5 അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഗ്രേഡ് അതുപോലെ തന്നെ LDC സ്റ്റോർമാനില് കട്ട് ഓഫ് മാർക്കിൽ നല്ല വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഘട്ടമായിട്ട് വേണം ഈ പരീക്ഷയെ കണക്കാക്കാൻ. 2 ചോദ്യങ്ങളിൽ വസ്തുതാ പിശകുകൾ പ്രത്യേകമായിട്ട് ചൂണ്ടിക്കാട്ടേണ്ടതായിട്ടുണ്ട്. ചോദ്യപേപ്പറിലെ ഏതാനും ചോദ്യങ്ങളുടെ വിവരണങ്ങളിൽ വസ്തുതാപരമായ പിശകുകളാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്നാമത്തേത്, ഗാന്ധിജി ആരെ പിന്തുണയ്ക്കാനാണ് ഖേദ സത്യാഗ്രഹം സംഘടിപ്പിച്ചത് എന്ന ചോദ്യത്തിൽ നൽകിയ വർഷം നിങ്ങൾക്ക് കാണാം 1917 എന്നാൽ ഖേദ സത്യാഗ്രഹം 1918 ഉണ്ടായിരുന്നത്. അതൊരു പിശകായിട്ട് വേണം കണക്കാക്കാൻ. അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനകൾ കേരളത്തിലെ ഏത് നദിയുമായി ബന്ധപ്പെട്ടതാണ്? ആ ചോദ്യത്തില് ഉണ്ടായിരുന്ന സൂചന പ്രകാരം കേരളത്തിലെ നദികളിൽ ഏറ്റവും നീളം കൂടിയത് എന്നാണ് ഈ ചോദ്യത്തിന് ഉത്തരമായി ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത്. ഏതാണ്? ഭാരതപ്പുഴയാണ് അല്ലെ? അങ്ങനെ മുകളിൽ പറയുന്ന സൂചനയിൽ ശരി പെരിയാറാണ്. ഇങ്ങനെയുള്ള വസ്തുതാ പിശകുകൾ ചോദ്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു പരീക്ഷയാണ് ഈ ഓഗസ്റ്റ് 22 നടന്ന പരീക്ഷ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവകാശങ്ങളും കടമകളൊക്കെ മറന്ന പരീക്ഷയായിട്ട് വേണം ഈ പരീക്ഷയെ കണക്കാക്കാൻ. ഈ പരീക്ഷയുടെ സിലബസിലെ ഒരു പ്രധാന ഭാഗമായിരുന്ന പൗരന്റെ അവകാശങ്ങളും കടമകളും ദേശീയ ചിഹ്നങ്ങളും സിലബസ് സൂചന പ്രകാരം 10 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഈ ഭാഗത്തു നിന്നും വരേണ്ടത്. എന്നാൽ 3 ചോദ്യങ്ങൾ മാത്രമേ ഈ പ്രധാന ഭാഗത്തു നിന്നും നേരിട്ട് വന്നുള്ളൂ. അങ്ങനെയുള്ള ചില കാര്യങ്ങളും PSCയുടെ ഭാഗത്തു നിന്ന് മറവി സംഭവിച്ചതായിട്ട് ഈ പരീക്ഷയ്ക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിന്റെ കട്ട് ഓഫ് മാർക്കിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ തൊഴിൽ വാർത്ത പറയുന്ന കട്ട് ഓഫ് മാർക്ക്, പ്രതീക്ഷിക്കാവുന്ന കട്ട് ഓഫ് മാർക്ക് ലാസ്റ്റ് ഗ്രേഡ് 70-നും 80-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ LDC സ്റ്റോർമാൻ 75 മുതൽ 85 വരെ കട്ട് ഓഫ് മാർക്ക് വരാം എന്നുള്ളതാണ് തൊഴിൽ വാർത്ത പറയുന്ന കട്ട് ഓഫ് മാർക്ക് പറയുന്നത്. കാരണം കടുപ്പം കുറഞ്ഞ ചോദ്യങ്ങളാണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് എന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് തൊഴിൽ വാർത്ത എത്തിച്ചേരുന്നത്. അങ്ങനെ വരുമ്പോൾ കട്ട് ഓഫ് മാർക്കിൽ നല്ല വേരിയേഷൻ, മറ്റു ഘട്ടങ്ങളെ അപേക്ഷിച്ച് നല്ല വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിക്കുന്ന എക്സ്പെക്ടേഷൻ വരുമ്പോൾ ലാസ്റ്റ് ഗ്രേഡ് 70-നും 80-നും ഇടയ്ക്കും LDC സ്റ്റോർമാൻ 75-നും 85-നും ഇടയ്ക്കുള്ള കട്ട് ഓഫ് മാർക്കാണ് ഇവിടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. തൊഴിൽ വാർത്ത പറയുന്നത് പൊതുവെ പരീക്ഷ കുഴക്കിയില്ല, ചോദ്യങ്ങൾ ആശങ്ക ഉയർത്തിയത് മഴ മാത്രമാണ് എന്നുള്ള ഒരു ഹെഡിങ്ങോട് കൂടിയാണ് തൊഴിൽ വാർത്ത പറയുന്നത്. അപ്പോൾ ചരിത്രം സിലബസിന് പുറത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായി. ചരിത്രത്തിലെ സിലബസ് സൂചനകൾ പ്രകാരം ദേശീയ പ്രസ്ഥാനവും സ്വാതന്ത്ര്യ അനന്തര ഭാരതവുമാണ് ചോദ്യപേപ്പറിൽ വരേണ്ടത്. എന്നാൽ പ്രാചീന ഭാരത ചരിത്രത്തിലാണ് നിന്നാണ് 2 ചോദ്യങ്ങളും കയറി വന്നു എന്നുള്ളതും അതുപോലെ തന്നെ സിന്ധു നദീ സംസ്കാരത്തെയും 1-ാം നൂറ്റാണ്ടിലെ ഗോത്ര റിപ്പബ്ലിക് പുറത്തിറക്കിയ നാണയത്തെയും പറ്റിയായിരുന്നു ഈ ചോദ്യങ്ങൾ. ഓരോ മാർക്കും മെയിൻ പരീക്ഷ എഴുതാൻ യോഗ്യത നേടി വരുന്നവരെ സംബന്ധിച്ച് നിർണായകമായിരിക്കെ സിലബസിൽ പുറത്തുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയത് ശരിയല്ല എന്നുള്ള അഭിപ്രായം കൂടി രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു ചോദ്യത്തിന് ശരിയായ ഉത്തരസൂചനയില്ല. ജനറൽ സയൻസ് രംഗത്തെ ഒരു ചോദ്യത്തിന് ശരിയായ ഉത്തരസൂചന നൽകിയിട്ടില്ല. ലിംബ് വ്യവസ്ഥയെ പറ്റി ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്ന ചോദ്യത്തിന് ഉത്തരസൂചികയിൽ നൽകിയിരിക്കുന്ന 4 സൂചനകളും ശരിയായ പ്രസ്താവനകളാണ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്ന പ്രദേശം ഏതാ എന്ന ചോദ്യം 2 ആഴ്ച മുൻപ് റദ്ദാക്കിയ ഇതേ പരീക്ഷയുടെ ചോദ്യപേപ്പറിലും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 2025-ലെ ഓടക്കുഴൽ പുരസ്കാരം നേടിയത് ആര് എന്ന ചോദ്യം 18/7/2026 രാവിലെ നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യ കലാപം എന്ന ചോദ്യവും ഇതേ ചോദ്യപേപ്പറിൽ ഉണ്ടായിരുന്നു. ജലത്തിന് പരമാവധി സാന്ദ്രത ലഭിക്കുന്ന താപനില ഏതെന്ന ചോദ്യവും ഇരു പരീക്ഷകളിലും ആവർത്തിച്ചു വന്നു എന്നുള്ളതും ഈ പരീക്ഷയുടെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ വേറിട്ട ചോദ്യങ്ങൾ, ഈ പരീക്ഷയ്ക്ക് വന്ന ഭൂരിഭാഗം ചോദ്യങ്ങളും സാധാരണ നിലവാരത്തിൽ ആയിരുന്നില്ല എങ്കിലും വേറിട്ട ഏതാനും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, ബ്രിട്ടീഷുകാർ രാജ്മഹൽ കുന്നിന്റെ താഴ്വരയിൽ സന്താളുകളെ അധിവസിപ്പിച്ച പ്രദേശം. രണ്ടാമത്തേത്, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സ്വദേശീയ അച്ചടിശേല. 3, ഒരു നദിയും നേരിട്ട് വന്നു ചേരാത്ത കേരളത്തിലെ കായൽ. കേരളത്തിൽ ആദ്യമായി പണിമുടക്ക് സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഈ ചോദ്യങ്ങളൊക്കെ തന്നെ
ഈ പരീക്ഷയ്ക്ക് വന്ന ഭൂരിഭാഗം ചോദ്യങ്ങളും സാധാരണ നിലവാരത്തിലേത് ആയിരുന്നില്ല എങ്കിലും വേറിട്ട ഏതാനും ചോദ്യങ്ങളായിരുന്നു എന്നുള്ളതാണ് പൊതുവെയുള്ള അഭിപ്രായം. അപ്പോൾ തൊഴിൽ വാർത്തയിൽ വന്ന 3-ാം സ്റ്റേജിന്റെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് നമുക്ക് നോക്കാം. പ്രതീക്ഷിക്കാവുന്ന കട്ട് ഓഫ് മാർക്ക് ലാസ്റ്റ് ഗ്രേഡ് എന്ന് പറഞ്ഞിരിക്കുന്ന 65 മുതൽ 75 വരെ ആവാം എന്നുള്ളതാണ് തൊഴിൽ വാർത്ത പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ LDC സ്റ്റോർമാന് 70 മുതൽ 80 വരെ ആകാം എന്നുള്ള ഒരു കട്ട് ഓഫിലേക്കാണ് തൊഴിൽ വാർത്ത 3-ാം സ്റ്റേജിൽ എത്തിയിട്ടുള്ളത്. 4-ാം സ്റ്റേജിനെ സംബന്ധിച്ച് തൊഴിൽ വാർത്ത പറഞ്ഞിരിക്കുന്നത് കറണ്ട് അഫയേഴ്സ് രംഗത്തെ മികച്ച ചോദ്യങ്ങളും ശരിയും തെറ്റും തമ്മിൽ നേരിയ വ്യത്യാസമുള്ള രീതിയിൽ സെറ്റ് ചെയ്യുകയായിരുന്നു. ഉദാഹരണത്തിന് PM-ശ്രീ പദ്ധതിയെ പറ്റിയുള്ള ഒരു ചോദ്യം. ഇതിൽ തെറ്റായ സൂചന പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയ വർഷമാണ് 2022 അംഗീകാരം ലഭിച്ചത്, എന്നാൽ സൂചികയിൽ നൽകിയ വർഷം 2023 ആയിരുന്നു. വർഷങ്ങളിൽ നേരിയ വ്യത്യാസം പലർക്കും ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ഇടയായിട്ടുണ്ട്. അതുപോലെ തന്നെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിലും ശരിയായ ശ്രദ്ധ പുലർത്താത്ത പക്ഷം ശരിയുത്തരം കണ്ടെത്താനാവില്ല. ഈ ചോദ്യത്തിന് സൂചന 2-ൽ തിരൂർ എന്നതിന് പകരം തൃശൂർ എന്നാണ് നൽകിയത്. അതുപോലെ തന്നെ PM-ശ്രീ, നീതി ആയോഗ്, PBG റാം എന്നിവയുടെ ശരിയായ മുഴുവൻ രൂപവും ചോദ്യങ്ങളായി വന്നു. സ്വാതന്ത്ര്യാനന്തര ഭാരതം എന്ന വിഷയത്തിൽ നിന്നുള്ള 2 വിവരണാത്മക ചോദ്യങ്ങൾ ഡിഗ്രി നിലവാരം ആണ്. കോക്രോച്ച് ജനതാ പാർട്ടി ആരംഭിച്ച വർഷം ഏത് എന്ന ചോദ്യവും കാലികമായ പ്രധാന സംഭവങ്ങളിൽ ശ്രദ്ധ പരീക്ഷിക്കാൻ പര്യാപ്തമായിരുന്നു. അതുപോലെ തന്നെ ഒരു ചോദ്യത്തിന് ശരിയായ ഉത്തരസൂചിക ഇല്ലതാനും. അതായത് ജനറൽ സയൻസിലെ വിഭാഗത്തിലെ ഒരു ചോദ്യത്തിന് ശരിയായ ഉത്തരസൂചിക ഇല്ലായിരുന്നു. തന്നിരിക്കുന്ന ജോലികളിൽ ഏതാണ് ഐസോട്ടോപ്പുകൾ എന്ന ചോദ്യത്തിലെ ഉത്തരസൂചികയായി നൽകിയിരിക്കുന്നവ വിവിധ മൂലകങ്ങളുടെ അറിയപ്പെടുന്ന ഐസോട്ടോപ്പുകളാണ്. അങ്ങനെ വരുമ്പോൾ 4 ഓപ്ഷനുകളും ശരിയാണ്. ഇത് ചോദ്യകർത്താവിന് പുതിയ പിഴവേകാനാണ് സാധ്യത. അതുപോലെ തന്നെ രാവിലത്തെ പരീക്ഷയിലെ ചോദ്യങ്ങൾ, ഇതേ സ്വഭാവമുള്ള രാവിലെ നടന്ന പരീക്ഷയിലെ ചില ചോദ്യങ്ങൾ, സമാന ചോദ്യങ്ങൾ ഈ പരീക്ഷയ്ക്കും ആവർത്തിച്ചു. സുവർണ ചതുഷ്കോണം പദ്ധതി, ഥാർ മരുഭൂമിയുടെ ഭാഗങ്ങൾ, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ എന്നിവ ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഓപ്പറേഷൻ തൂഫാൻ ഉത്തരമായി വരുന്ന 2 ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് വന്നു. അതുപോലെ തന്നെ ഇതിന്റെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് വിലയിരുത്തുമ്പോൾ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രതീക്ഷിക്കാവുന്ന കട്ട് ഓഫ് മാർക്ക് ലാസ്റ്റ് ഗ്രേഡ് 65-നും 70-നും ഇടയ്ക്കാണ്. അതുപോലെ തന്നെ LDC സ്റ്റോർമാൻ 70 മുതൽ 75 വരെ കട്ട് ഓഫ് മാർക്ക് വരാമെന്നുള്ളതാണ് 4-ാം സ്റ്റേജിനെ സംബന്ധിച്ച് തൊഴിൽ വാർത്തയിൽ വരുന്ന കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ മറ്റ് പരീക്ഷകളെ മറ്റ് സ്റ്റേജുകളെ അപേക്ഷിച്ച് തൊഴിൽ വാർത്ത പറയുന്ന 4-ാമത്തെ സ്റ്റേജിൽ ഉയർന്ന നിലവാരമുള്ള ചോദ്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് അധികം കുറവൊന്നും ഉണ്ടാവില്ല എങ്കിൽ പോലും ഉയർന്ന നിലവാരമുള്ള ചോദ്യങ്ങളായതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്ക് ലാസ്റ്റ് ഗ്രേഡിന് 65-നും 70-നും ഇടയ്ക്കും LDC സ്റ്റോർമാൻ 70-75-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യതയായിട്ടാണ് തൊഴിൽ വാർത്ത പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഭാഗമായിട്ടുള്ള പരീക്ഷകളിലുണ്ടായ മത്സര പരീക്ഷിച്ച ചോദ്യങ്ങളായിരുന്നു. അതുപോലെ തന്നെ ഒരു ചോദ്യത്തിന് ശരിയായ ഉത്തരസൂചികയില്ല, രാവിലത്തെ പരീക്ഷയിലെ ചോദ്യങ്ങൾ വീണ്ടും വന്നു എന്നൊക്കെ ഉള്ള പല അഭിപ്രായങ്ങളും തൊഴിൽ വാർത്തയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പൊതുവെ തൊഴിൽ വാർത്തയിൽ വന്ന കട്ട് ഓഫിനെ സംബന്ധിച്ചും എല്ലാ കാര്യങ്ങളെ കുറിച്ചുമാണ് ഇന്ന് നമ്മൾ 4-ാമത്തെ സ്റ്റേജിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.